ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പൊതുവേ സഹായികൾ കുറഞ്ഞവരാണെങ്കിലും നല്ല ധൈര്യശാലികളായതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടാകുന്നതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ളതായ ഉയർച്ചകളും സ്വന്തമായിട്ടുള്ള പ്രയത്നത്തെ കൊണ്ടാണ്. ഈ ജൂലൈ മാസത്തിലെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ ഏഴരശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഈ അശ്വതി നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ടും ജന്മരാശ്യാധിപനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന യാത്രകളിലും ഡ്രൈവിങ്ങിലും വളരെ ശ്രദ്ധിക്കണം. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ. ഇനി കർമ്മസംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും വളരെയധികം അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ. നിവൃത്തിനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്നതായ ശുക്രൻ്റെ അനുകൂല സ്ഥിതിയും സുഖസ്ഥാനത്ത് നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിന് പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ വരുവാനും അതുമൂലം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കർമാധിപതിയായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഏഴരശനിയിലൂടെ ദുരിതസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജൂലൈ മാസത്തിൽ. ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം അനുകൂലമായിട്ടൊരു സമയമാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെയും 5ാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യൻ്റെയും അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. ഇനി പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. പ്രത്യേകിച്ച് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ വ്യയസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതായ പാഴ്ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ജൂലൈ മാസത്തിൽ. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ആഞ്ജനേയസ്വാമിക്കാണെങ്കിൽ ഭഗവാന് കദളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ഈ ഒരു സമയങ്ങളിൽ.